കോമഡി കപ്പിൾസ് അവസാന ഭാഗം. രചന വൈദേഹി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന്. ആരുഷ് പതുക്കെ അവിടെ വായിന്ന് കൈയെടുത്തു. അവന് ദേഷ്യത്തോടെ ശ്വാസം വിട്ടുകൊണ്ട് ചോദിച്ചു, തനിക്കെന്താ ഭ്രാന്തായോ? എന്തി കാണിക്കുന്നത്? ആരെയും കണ്ട കാണട്ടെ. ആരുഷ് അവളുടെ കണ്ണിലേക്ക് ദേഷ്യത്തോടെ അസൂയയുടെയും നോക്കി. അവന്റെ ശബ്ദത്തിൽ ആ കുശുമ്പ് കൃത്യമായി ഉണ്ടായിരുന്നു. തനിക്ക് എന്നോട് സംസാരിക്കുമ്പോ എപ്പോഴും കലിപ്പും ദേഷ്യ. പക്ഷെ അങ്ങോട്ട് നോക്കിയപ്പോ ആ ഗേറ്റിന്റെ അടുത്ത് നിന്നവനോട് ഭയങ്കര ചിരിയും കളിയൊക്കെയാണല്ലോ. ആരവൻ? ആരുഷ് അവളുടെ മുഖത്തേക്ക് മുഖടിപ്പിച്ച് ചോദിച്ചു. അതിന് തനിക്കെന്താ? അവരാരോട് സംസാരിച്ചാൽ തനിക്കെന്താ ചെയ്തം? അവന്റെ ഈ പെട്ടെന്നുള്ള ചോദ്യം മുഖത്ത് ആ കടുത്ത അസൂയം കണ്ടതും അവന് കാര്യം മനസ്സിലായി. ആൾക്കുള്ളിൽ ചിരി വന്നെങ്കിലും ആളത് പുറത്ത് കാണിക്കാതെ ഗൗരവത്തിൽ ചോദിച്ചു. എനിക്ക് ചെയ്തതുണ്ട്. ആരുഷും വിട്ടുകൊടുത്തില്ല. അവൻ അവളുടെ മുഖത്തേക്ക് ഒന്നുകൂടി അടുത്തു. നീ വേറെ ആരോട് ഇത്രയും ക്ലോസ് ആയി സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല, മനസ്സിലായോ? അവന്റെ ആ ഡയലോഗ് ഇട്ടതും അനുവിന്റെ ഹൃദയം ഒന്ന് പതറി. അവൾ പതുക്കെ താഴേക്ക് നോക്കി. അവളുടെ മുഖത്ത് ഒരു ചെറിയ നാണം വിരിഞ്ഞു. അതെന്റെ കസിൻ ബ്രദറാ. എന്റെ സ്വന്തം മുറച്ചെറുക്കിനെ പോലെയാ ഞാൻ കാണുന്നത്. അവന് പതുക്കെ പറഞ്ഞു. ആരായാലും എനിക്ക് കുഴപ്പമില്ല. ഇനി അവനോട് സംസാരിക്കുമ്പോൾ ഇത്രയും ചിരിക്കരുത്. ആരുഷ് അവളുടെ വിരലുകളിൽ പതുക്കെ തൊട്ടുകൊണ്ട് ഒരു കുസൃതി ചിരിയോടെ പറഞ്ഞു. അനുവിന്റെ മുഖം വീണ്ടും ചുവന്ന് തുടുത്തു. അവൾ അവനെ തള്ളി മാറ്റി വേഗം അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കി. പക്ഷെ പോകുന്നതിന് മുമ്പ് അവൾ ആരുഷിനെ നോക്കി വളരെ ക്യൂട്ടായിട്ടൊന്ന് ചിരിച്ചു. അവൾ പോകുന്ന നോക്കി ആരുഷ് അവിടെ തന്നെ പതുക്കെ പുഞ്ചിരിച്ചുകൊണ്ട് നിന്നു. അവന്റെ ഉള്ളിലെ കുശുമ്പൊക്കെ അലിഞ്ഞില്ലാതായിരുന്നു. ആരുഷിന്റെ അടുത്തുനിന്ന് എങ്ങനെയൊക്കെയോ കുതിരി മാറി കവിളത്ത് പടർന്ന് ചുവപ്പ് മറക്കാൻ പാടുപെട്ടുകൊണ്ട് അനുവേഗ അടുക്കള ഭാഗത്തേക്ക് നടന്നു. വഴിയിൽ വെച്ച് അവൾ ആരും അറിയാതെ തന്റെ ചുണ്ടുകളിലേക്ക് വിരലോടിച്ചൊന്ന് ചിരിച്ചു. പുറകിൽ ആരുഷ് കയ്യും കെട്ടി ജയിച്ച ഭാഗത്തിൽ അവളെ നോക്കി നിൽപ്പുണ്ടായിരുന്നു. അതേസമയം വീടിന്റെ ഉള്ളിൽ വിഷ്ണുവും മീനും കൂടി വളരെ പതുക്കെ പൂച്ചയെ പോലെ അർജുന്റെ അച്ഛന്റെ മുറിയുടെ അടുത്തേക്ക് നടക്കുകയാണ്. ചേട്ടാ, അങ്കിൾ പുറത്തേക്ക് പോയിട്ടുണ്ട്. പക്ഷെ അമ്മയോ അമ്മായിമാരോ അകത്തുണ്ടാവും. വേഗം പോയി ആ പാൻറ് എടുത്തിട്ട് വാ. മീനു ചുറ്റും നോക്കിക്കൊണ്ട് വിഷ്ണുവിന്റെ കയ്യിൽ പിടിച്ച് പറഞ്ഞു. എടീ, എനിക്ക് പേടിയാവുന്നു. ഇനി അച്ഛന്റെ മുറി കയറി ഞാൻ മോഷ്ടാവായി എന്ന് പറയോ? വിഷ്ണു അകത്തേക്ക് നോക്കി വെപ്രാളപ്പെട്ടു. അയ്യോ പേടിക്കാ ചേട്ടാ, ഞാൻ പുറത്ത് കാവൽ നിൽക്കാം. ആരെങ്കിലും വന്നാൽ ഞാൻ ഒച്ച ഉണ്ടാക്കാം. മീനു അവൻ അകത്തേക്ക് തള്ളിവിട്ടു. വിഷ്ണു പതുക്കെ മുറിക്കുള്ളിലേക്ക് കയറി. കട്ടിലിന് മുകളിൽ ദാ കിടക്കുന്നു നന്ദുവിന്റെ ബ്രാൻഡഡ് ജീൻസ് പാന്റ്. വിഷ്ണു സന്തോഷത്തോടെ കയ്യിലെടുത്തു. പക്ഷെ തിരിച്ചടക്കാൻ ആഞ്ഞപ്പോഴാണ് കട്ടിലിന്റെ സൈഡിൽ നിന്ന് ചെറിയ ടേബിൾ തട്ടി അവിടുത്തെ ചില്ല് ഗ്ലാസ് താഴേക്ക് വീണത്. ചില്ല് പൊട്ടുന്ന ശബ്ദം മുറിയിൽ മുഴങ്ങി. എന്താ അത്? ആരാ? അർജുനെയും അഞ്ജലിയെയും കണ്ട് പോവാൻ നേരം ഹാളിൽ നിന്ന് ധ്യാൻ ചില്ല് പൊട്ടുന്ന ശബ്ദം കേട്ടു. അയ്യോ ധ്യാൻ ചേട്ടൻ! കാലിൽ നിന്ന് മീന് പെട്ടെന്ന് കാര്യം മനസ്സിലാക്കി മുറിക്കുള്ളിലേക്ക് ഓടിക്കയറി. ചേട്ടാ, എന്റെ കസിൻ ബ്രദർ വരുന്നുണ്ട്. എന്റെ ദൈവമേനി, ഞാൻ എന്ത് ചെയ്യും? വിഷ്ണു പാനും പിടിച്ച് പേടിച്ച് വിറച്ചു. ധ്യാൻ വാതിൽക്കിലെത്തുന്നതിന് തൊട്ടു മുമ്പ് മീനു വിഷ്ണുവിനെ കട്ടിലിന്റെ അപ്പുറത്തുള്ള വശത്തുള്ള വലിയ ജനലിന്റെ കർട്ടന്റെ പുറകിലേക്ക് തള്ളി ഒറ്റ നിൽപ്പ് നിൽക്കാൻ പറഞ്ഞു. മീനു വേഗം നിലത്തെ ചില്ലകഷ്ടങ്ങൾ പെറുക്കാൻ തുടങ്ങി. ധ്യാൻ മുറിയിലേക്ക് നോക്കിയപ്പോൾ മീനു മാത്രം അവിടെയുണ്ട്. മീനുമോളെ, എന്താ ഒരു ശബ്ദം കേട്ട്? ആ ചേട്ടനോ? ചേട്ടനെ പറ്റി? അത് ഞാൻ ഇവിടെ ജഗ്ഗിൽ വെള്ളം എടുക്കാൻ നോക്കിയപ്പോൾ കൈ തട്ടി ഗ്ലാസ് താഴെ പോയി. ഞാനത് മാറ്റിയായിരുന്നു. മീനു പതുക്കെ പേടി പുറത്ത് കാണിക്കാതെ പറഞ്ഞു. ഓ, നീ സൂക്ഷിച്ച് ചെയ്യുമോളെ. കാലിൽ ചില്ലുള്ളൂ. ഞാൻ കുറച്ചു മുമ്പ് എത്തി. ഞാൻ അവരെ കണ്ട് ഇറങ്ങാൻ നിൽക്കുകയായിരുന്നു. അപ്പോഴേ ഇത് കേട്ടത്. ആണോ? എന്നാൽ ചേട്ടൻ പോയിക്കോ, ഞാനിവിടെ നിന്ന് ക്ലീൻ ചെയ്യാം. ഏയ്, ഞാനിവിടെ ഹെൽപ്പ് ചെയ്യാം. അതൊന്നും കുഴപ്പമില്ല ഏട്ടാ, ദേ കഴിഞ്ഞു. ഒരു ഗ്ലാസ് പൊട്ടിച്ചതിന് എന്തിനാണ് നിനക്ക് ഇത്ര കള്ള ലക്ഷണം? അത് ജനിച്ചപ്പോഴേ ഉള്ളതല്ലേ. അത് കേട്ടെന്ന് ഞാനത് ചിരിച്ചു പോയി. എങ്കിൽ ശരി, ഞാൻ പോവാ. ദേവുനെ ഞാൻ ഇവിടെ ഒന്നും കണ്ടില്ല. കണ്ടാലേ ഞാൻ വന്ന് പോയിന്ന് പറ. അവൾ അഖിലേട്ടന്റെ മടിയിൽ കാണും. മീനു ഒഴുക്കമട്ടിൽ പറഞ്ഞു. എന്താ പറഞ്ഞ്? ഏയ്, അടുക്കളയിൽ അയലവറുത്തുണ്ട്, അത് കഴിക്കാൻ പോയിട്ടുണ്ടെന്ന് പറഞ്ഞ. ഇപ്പൊ തീരുമാനമായനെ, അഖിലേട്ടനും അയലവറുത്തും. ആ ഓക്കെ. ധ്യാൻ പോയതും കർട്ടന്റെ പുറകിൽ നിന്ന് വിഷ്ണു പതുക്കെ തല പുറത്തേക്ക് ഇട്ടു. ചെക്കൻ പേടിച്ച് വിയർത്തു വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒപ്പം നമ്മുടെ മീനു രക്ഷപ്പെട്ടു. വിഷ്ണു കട്ടിലിന് മുകളിലേക്ക് ഇരുന്നു. മീനു ചിരിച്ചുകൊണ്ട് അവന്റെ അടുത്തേക്ക് വന്നു. പേടിച്ചു ഏട്ടാ? പിന്നെ പേടിക്കാതെ. ആ കുട്ടിയുടെ കസിൻ ബ്രദറായിരുന്നില്ലേ? അതെ, എന്തേ? ഏയ്, ഒന്നുമില്ല, ചോദിച്ചതാ. വിഷ്ണു തന്നെ നെഞ്ചിൽ തട്ടി ശ്വാസം വിട്ടു. ആശ്വാസം. മീനു അവന്റെ നെറ്റിയിലെ വിയർപ്പ് പതുക്കെ തന്റെ ഷാളിന്റെ തുമ്പ് കൊണ്ട് ഒപ്പി തുടച്ചു കൊടുത്തു. ആ ഒരു നിമിഷം വിഷ്ണുവിന്റെ ശ്വാസം വീണ്ടും നിലച്ചു. അവൻ അവളെ തന്നെ നോക്കിയിരുന്നു. മീനുവിന്റെ മുഖത്ത് നാണത്തിന്റെ ഒരു ചെറിയ തിളക്കം ഉണ്ടായിരുന്നു. താങ്ക്സ് മീനു. വിഷ്ണു വളരെ പതുക്കെ അവളുടെ കയ്യിൽ തൊട്ടു. മീനു ഒന്നും മിണ്ടാതെ വേഗം തിരിഞ്ഞടന്നു. വേഗം വാ, നമുക്ക് ആ പാന്റ് നന്ദുവേട്ടന് കൊടുക്കാം. രണ്ടുപേരും കൂടി പാൻറ് ഒളിപ്പിച്ച് പിടിച്ച് വേഗം പാചകപ്പുരയുടെ അങ്ങോട്ടേക്ക് ഓടി. അവിടെ അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ച പായച്ചെമ്പിലേക്ക് നോക്കി. സർവേരിക്കലിൽ ഇരിപ്പുറപ്പിച്ച പോക്രാന്തവളെ പോലെ ശർക്കര ചാക്കിന്റെ മുകളിൽ ഇരിപ്പായിരുന്ന നന്ദുവിന്റെ മുമ്പിലേക്ക് വിഷ്ണു പാൻറ് എറിഞ്ഞു കൊടുത്തു. എന്റെ കൺകണ്ട ദൈവമേ!
നന്ദു പാൻറ് വാങ്ങി വേഗം ചാക്കിന്റെ മറവിലേക്ക് പോയി അത് വലിച്ചു കയറ്റി. ചെക്കൻ പാൻറ് ഇട്ട് നല്ല അന്തസ്സായി പുറത്തേക്ക് വന്നു. ആയി എങ്ങനെയുണ്ട് ഗൈസ് എന്റെ പുതിയ കസവ് മുണ്ട് വൈബ്? നന്ദു എന്റെ അരയിലെ തോർത്തൊന്ന് വീശി ചോദിച്ചു. പോടാ പുള്ളി, നിന്റെ ഒരു മുണ്ട് വൈബ് കാരണം ഞങ്ങൾ രണ്ടുപേരും അകത്തിപ്പോ പെട്ടേനെ. വിഷ്ണു അവന്റെ തലയിൽ ഒരു അടി കൊടുത്തു. ഫംഗ്ഷൻ എല്ലാം കഴിഞ്ഞ് പതുക്കെ എല്ലാവരും പിരിയാൻ തുടങ്ങി. അന്ന് വണ്ടി കയറുമ്പോൾ ആൺപടകളുടെയും പെൺപടകളുടെയും കണ്ണുകൾ തമ്മിൽ പല കാര്യങ്ങളും പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷം മാസങ്ങൾ പലതും കൊഴിഞ്ഞുപോയി. നമ്മുടെ വിഷ്ണുവിന്റെയും മീനുവിന്റെയും കാര്യം പറയുകയേ വേണ്ട. അന്ന് ഷർട്ടിൽ വീണ പച്ചക്കറ അവരുടെ ജീവിതത്തിൽ ഫുൾ പച്ചപ്പാണ് ഉണ്ടാക്കിയത്. വിഷ്ണുവിനെ ഇപ്പോൾ മീനുവിനെ വിളിക്കാതെയും മെസ്സേജ് അയക്കാതെയും ഒരു നിമിഷം പോലും ഇരിക്കാൻ പറ്റില്ലെന്നായി. മീനുവിന്റെ അവസ്ഥ ഇത് തന്നെ. അപ്പുറത്ത് നമ്മുടെ മാസ് ജോഡി അഖിലും ദേവും ഫുൾ സെറ്റായി. അഖിലിന്റെ ആ കട്ടലുക്കിൽ ദേവ് പണ്ടേ വീണതാണ്. ഇപ്പൊ രണ്ടുപേരും ഒന്നിച്ച് ലോങ് ഡ്രൈവുകളും ചാറ്റിംഗ് ഒക്കെ ആയി പ്രണയത്തിന്റെ 7ാം സ്വർഗത്തിലാണ്. ഇതിൻ്റെ ഇടയിൽ പ്രണയം നൈസായിട്ട് ഒന്ന് വീട്ടിൽ പൊക്കി. ആരുടെ വീട്ടില്? നമ്മുടെ വിഷ്ണുവിന്റെയും അഖിലിന്റെയും. ഒരിക്കൽ കമ്പനി ലീവ് വീട്ടിൽ എല്ലാവരും വീട്ടിലേക്ക് പോയതായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം വൈകുന്നേരം വിഷ്ണുവിന്റെ അമ്മ അടുക്കളയിൽ വെച്ച് അവന്റെ ഫോൺ അടിക്കുന്നത് കണ്ടു. നോക്കുമ്പോൾ സ്ക്രീനിൽ മീനൂട്ടി എന്ന് എഴുതിയിരിക്കുന്നു. അന്ന് കല്യാണത്തിന്റെ ഷർട്ടിൽ വീണ പച്ചക്കറിയുടെ ഓർമ്മക്ക് വിഷ്ണു മീനുവിന്റെ പേര് സേവ് ചെയ്തത് പച്ചക്കറിയുടെ ഇമോജി വെച്ചായിരുന്നു. കൂടെ ഒരു ഹാർട്ടും. സംശയം തോന്നി അമ്മ ഫോൺ എടുത്തു. അപ്പുറത്ത് മീനുവിന്റെ കൊഞ്ചിക്കൊണ്ടുള്ള ശബ്ദം. വിഷ്ണു ചേട്ടാ, ഞാൻ സാരി എടുത്തപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? ചേട്ടൻ നോക്കിയില്ലല്ലോ. അത് കേട്ടത് അമ്മ ശബ്ദം മാറ്റി പതുക്കെ ചോദിച്ചു. സാരി കൊള്ളായിരുന്നു മോള്, പക്ഷെ ചേട്ടനിപ്പോ അടുക്കളയിൽ കറി വെക്കുന്ന തിരക്കിലാ. കേട്ടപാതി മീനു ഫോൺ കട്ട് ചെയ്തു. അമ്മ നേരെ ആൾ ലക്ഷ്യമാക്കി നടന്നു. ആള് വിഷ്ണു പല്ലുവിളിച്ചുകൊണ്ട് മീനുവിന് അടുത്ത തവണ എന്ന് പറഞ്ഞ് സോപ്പിണെന്ന് ആലോചിച്ചിരിക്കായിരുന്നു. വിഷ്ണു! അമ്മ ഒരൊറ്റ വിളി. ചെക്കൻ ഞെട്ടിപ്പോയി. പേടിപ്പിച്ചു കളഞ്ഞല്ലോ. എന്താ അമ്മേ? നിനക്ക് കറി വെക്കാൻ പച്ചക്കറി വേണോടാ? മീനൂട്ടി പച്ചക്കറി വിളിച്ചിട്ടുണ്ടായിരുന്നു. നീ രാവിലെ എഴുന്നേറ്റ് പല്ലിയാക്കാതെ നടക്കുന്നേ മീനുവിനോട് ഞാൻ പറയണോ അതോ നീ സത്യം പറയുന്നോ? അമ്മ കയ്യിലിരുന്ന് ചട്ടുകോങ്ങി ചോദിച്ചു. അമ്മ അത് പിന്നെ അവൾക്ക് മാത്തമാറ്റിക്സിന് സംശയം ചോദിക്കാൻ വിളിച്ചതാ. വിഷ്ണു വിക്കി വിക്കി പറഞ്ഞു. അവിടെ ഏത് സബ്ജക്റ്റാണ് പഠിക്കുന്നത്? MSc ബോട്ടണി. ബോട്ടണി പഠിക്കുന്ന അവിടെ എന്തിനാടാ കുറങ്ങ? നിന്നോട് മാത്തമാറ്റിക്സിന്റെ സംശയം ചോദിക്കുന്നത്? സത്യം പറയടാ. അമ്മ ചെവിക്ക് പിടിച്ച് തിരിച്ചു. അയ്യോ അമ്മ വിട്, ഞാൻ കെട്ടുന്നുണ്ടെങ്കിൽ അത് മീനുവിന് മാത്രമായിരിക്കും. അവസാനം വിഷ്ണു വേദന കൊണ്ട് പൊളഞ്ഞ് സത്യൊപ്പിച്ചു. അപ്പോഴാണ് ഹാളിലേക്ക് അച്ഛൻ കയറി വന്നത്. അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് അടുത്തൊരു പച്ചക്കറി വണ്ടി കൂടി വരാൻ പോവാണല്ലേ? നല്ലതാ മോനെ. ആ മീനുവിന്റെ അച്ഛന്റെ നമ്പറിങ് തന്നേ, വിളിച്ച് കാര്യം പറയാം. അച്ഛൻ ചിരിച്ചുകൊണ്ട് ഫോൺ എടുത്തു. അങ്ങനെ വിഷ്ണുവിന്റെ കേസ് അവിടെ വിധി കൽപ്പിച്ചു. അപ്പുറത്ത് അഖിലിന്റെ പ്രണയം പിടികൂടിയത് അതിലും വലിയ തമാശയായിരുന്നു. അഖിൽ ഒരു ദിവസം തന്നെ മുറി കിടന്ന് ദേവുവിന്റെ ഫോട്ടോയിൽ നോക്കി റൊമാൻറ്റിക് പാട്ടും പാടി സ്വപ്നം കണ്ട് കിടക്കുകയായിരുന്നു. പെട്ടെന്ന് അവന്റെ ഫോണിലേക്ക് ദേവുവിന്റെ വക ഒരു മെസ്സേജ് വന്നു. അഖിലേട്ടാ, എനിക്ക് നാളെ ഡ്രൈവിംഗ് ടെസ്റ്റ് ഉണ്ട്. എനിക്ക് പേടിയാവോ? കൂടെ വരുമോ? നീ പേടിക്കണ്ടേ എന്റെ ദേവൂട്ടി. നിനക്ക് വണ്ടി ഓടിക്കാൻ മാത്രമല്ല, ഈ അഖിലിന്റെ ഹൃദയത്തിലേക്ക് വണ്ടി ഓടിച്ച് കയറ്റാനുള്ള ലൈസൻസ് ഞാൻ പണ്ടേ തന്നിട്ടുള്ളതല്ലേ. നാളെ രാവിലെ ഞാൻ നിന്റെ കോളേജ് ഗേറ്റ് മുമ്പിൽ ബൈക്കുമായിട്ട് കാണും. ഐ ലവ് യു. അഖിൽ കട്ട റൊമാൻറ്റിക്കായി തിരിച്ച് ടൈപ്പ് ചെയ്തു. മെസ്സേജ് സെൻഡ് ആയതും അഖിലിനൊരു കാര്യം മനസ്സിലായി. അവനത് അയച്ച ദേവുവിന്റെ വാട്സാപ്പിലേക്കല്ല, പകരം അച്ഛന്റെ നമ്പറിലേക്കാണ്. അച്ഛാ, ബഹുത്ത് അച്ഛാ. അച്ഛന്റെ പേര് ദേവ്ജി എന്നായിരുന്നു. ചാറ്റ് ലിസ്റ്റിൽ ദേവു എന്ന് കണ്ടപ്പോൾ വെപ്രാളത്തിൽ മാറിപ്പോയതാണ്. രണ്ടിലും ഡി ഉണ്ടല്ലോ. അവന്റെ നെഞ്ചിടിപ്പ് നിന്നു. അവൻ ചാറ്റ് ഡിലീറ്റ് ഫോർ എവരി വൺ ചെയ്യാൻ നോക്കിയപ്പോഴേക്കും ദാ വരുന്നു അച്ഛന്റെ റിപ്ലൈ. ആഹാ, കൊള്ളാലോടാ മോനെ, എനിക്ക് വണ്ടി ഓടിക്കാൻ ലൈസൻസ് ഉണ്ടടാ. പക്ഷേ നിന്റെ ഹൃദയത്തിലേക്ക് വണ്ടി ഓടിച്ചു കയറ്റിയ ആ കുട്ടിക്ക് ലൈസൻസ് ഉണ്ടോന്ന് എനിക്ക് നാളെ നേരിട്ടൊന്ന് കാണണം. രാവിലെ ഞാനും വരുന്നുണ്ട് ആ കോളേജ് ഗേറ്റിന് അങ്ങോട്ട്. അഖിൽ തലയിൽ കൈവച്ചു പോയി. അപ്പോഴേക്കും അച്ഛൻ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി വന്നു. രാവിലെ എന്താടാ ഇത്? നാളെ നീ എന്നെ കൊണ്ടുപോകുന്നുണ്ടോ അതോ ഞാൻ അങ്ങോട്ട് വരണോ? അച്ഛൻ കണ്ണട പകുതി താഴ്ത്തി ചോദിച്ചു. അഖിൽ പതുക്കെ പുതപ്പ് തലയിലൂടെ മുടി കിടന്നു. അച്ഛാ, അത് ഗ്രൂപ്പ് മാറിപ്പോയതാ. ഗ്രൂപ്പ് മാറിയാലും ലൈസൻസ് മാറിയില്ലല്ലോടാ. വേഗം എഴുന്നേറ്റ് വന്ന് കാര്യം പറയടാ കള്ളപ്പാട്ടി. അച്ഛൻ പുതപ്പ് വലിച്ചൊരിക്കൊണ്ട് ചോദിച്ചു. അങ്ങനെ അഖിലിന്റെ വീട്ടിലും പടക്കം പൊട്ടി. അതിലും വലിയ കോമഡി എന്താന്ന് വെച്ചാ വിഷ്ണുവിന്റെ അഖിലിന്റെയും വീട്ടിൽ നിന്ന് മീനുവിന്റെയും ദേവിന്റെയും വീട്ടിലേക്ക് ഈ കാര്യം പറയാൻ വിളിച്ച അച്ഛന്മാരെ ഞെട്ടിച്ചുണ്ടായിരുന്നു അവരുടെ മറുപടി. 2 പെൺപിള്ളേരെയും പറ്റി അവിടെ അച്ഛന്മാർക്ക് പണ്ടേ കൃത്യമായ ബോധം ഉണ്ടായിരുന്നു. അതൊരു പരമമായ സത്യമാണ്. ഇവളെയൊന്നും നമ്മൾ ആലോചിച്ച് കെട്ടിക്കാൻ പോയാൽ നടക്കില്ല. ഇവറ്റുകൾ തന്നെ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചോളുന്ന അച്ഛനമ്മമാര് പണ്ടേ കരുതിയതാണത്രേ. എന്നാലും പെൺപടകളുടെ പഠിത്തം പൂർത്തിയാകാതെ കല്യാണം നടത്തില്ലെന്ന് 2 സൈഡിൽ നിന്നുള്ള അച്ഛനമ്മമാര് ഉറപ്പിച്ചു പറഞ്ഞു. അതൊരു കണക്കിന് അവർക്ക് സൗകര്യമായി. കുറച്ചുകൂടെ ഇങ്ങനെ പ്രണയിച്ച് നടക്കാലോ. പക്ഷെ നമ്മുടെ മെയിൻ ഹീറോയിനും ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുകയാണ്. അനുവിന് ആരുഷിനോട് നല്ല ഒന്നാമതൊരു ഇഷ്ടമുണ്ട്. A ക്ലാസ് പ്രണയം.
ആ സ്റ്റോർ റൂമിൽ വെച്ച് ചേർത്ത് പിടിച്ചപ്പോഴും ഗോവണിയുടെ ചോട്ടിൽ വെച്ച് കുശുമ്പ് മൂത്ത് സംസാരിച്ചപ്പോഴും ആളുടെ ഹൃദയം ആരുഷിന് വേണ്ടി പാടിയതാണ്. പക്ഷെ പുറമേക്ക് കക്ഷി ഇപ്പോഴും ആ പഴയ കാട്ടുപൂച്ച തന്നെയാണ്. ആരുഷിനോട് അമ്പിന് വില്ലിനടുക്കാത്ത മട്ടിലാണ് പെണ്ണിന്റെ നിൽപ്പ്. ആരുഷിനാണെങ്കിൽ കാര്യം വ്യക്തമായി മനസ്സിലായിട്ടുണ്ട്. പെണ്ണിന്റെ ഉള്ളിൽ നീട്ടുപൊട്ടുന്നുണ്ട്. പക്ഷെ മനഃപൂർവ്വം തന്നെ കളിപ്പിക്കാൻ വേണ്ടി ചാടിയിട്ട് കളിക്കുകയാണെന്ന് ചെക്കന് നല്ല ഉറപ്പാണ്. കോളേജ് പഠനം കഴിഞ്ഞ് നമ്മുടെ പെൺപടകൾ 3 പേര് ഇപ്പോൾ ഉയർന്ന പഠനത്തിന്റെ തിരക്കിലാണ്. 3 പേര് ഒരേ കോളേജിൽ തന്നെ മാസ്റ്റേഴ്സ് ചെയ്യുകയാണ്. അസൈൻമെന്റുകളും പ്രൊജക്ടുകളുമായി പെൺപിള്ളേർ കട്ട ബിസിയാണ്. അതേസമയം നമ്മുടെ ആൺപടകൾ 5 പേരും വെറുതെ ഇരിക്കുകയായിരുന്നില്ല. ആ ഒരു 5 പേരും കൂടി ചേർന്ന് സ്വന്തമായിട്ടൊരു സ്റ്റാർട്ടപ്പ് ബിസിനസ് തുടങ്ങി. ഒരു IT കൺസൾട്ടൻസിയും ഒപ്പം ഈവന്റ് മാനേജ്മെന്റും ചേർന്ന ഒരു കിടിലൻ ഓഫീസ് ആ ഒരു നഗരത്തിൽ ഒപ്പിച്ചു. ആരുഷും അർജുനും ബിസിനസ് കാര്യങ്ങൾ നോക്കുമ്പോൾ ക്ലയൻസിനെ കയ്യിലെടുക്കാൻ വിഷ്ണുവും അഖിലുമുണ്ട്. നമ്മുടെ നന്ദുവാണെങ്കിൽ ഓഫീസിലെ മെയിൻ PRO ആണ്. ചുരുക്കം പറഞ്ഞാൽ ഓഫീസിൽ വരുന്നവർക്ക് ചായയും പലഹാരവും മേടിച്ചു കൊടുക്കലും സ്വന്തം വയറ് നിറയ്ക്കലുമാണ് ചെക്കൻ്റെ പ്രധാന ജോലി. അതവൻ വളരെ ഇഷ്ടത്തോടെ ചെയ്യുന്നുണ്ട്. ആ കമ്പനി ഇവരുടെ 5 പേരുടെയും പേരിലാണ്. ഒരു ദിവസം കോളേജ് കഴിഞ്ഞിറങ്ങിയ പെൺപടകളെ പിക്ക് ചെയ്യാൻ ആൺപടകൾ ബൈക്കുകളിലാണ് വന്നത്. വിഷ്ണു അഖില അവരുടെ ബൈക്കുകൾ കോളേജ് ഗേറ്റിന് മുമ്പിൽ നിർത്തി. മീനുവും ദേവും പതിവ് പോലെ ചിരിച്ചുകൊണ്ട് അവരുടെ ചേട്ടന്മാരുടെ പിന്നിൽ നിന്ന് ബൈക്കിൽ കയറി. ആരുഷ് തന്റെ ബൈക്കിൽ തലയിൽ ഹെൽമെറ്റും വെച്ചിരിക്കുകയാണ്. അവനൊരു കള്ളച്ചിരിയോടെ അനുവിനെ നോക്കി. അനു ഇത്തവണയെങ്കിലും തന്റെ പുറകിൽ വന്ന് കയറുമെന്ന് അവൻ ഉറപ്പിച്ചു. പക്ഷേ അനു നേരെ അവരുടെ അടുത്തേക്ക് നടന്നു വന്നിട്ട് വളരെ കൂളായി. അപ്പൊ എല്ലാവർക്കും ബൈ, ഞാൻ ബസ്സിൽ പോയിക്കോളാം. ആരുഷിന്റെ മുഖത്ത് ചിരിമാഞ്ഞു. ആളൊന്നും മിണ്ടാ നേരെ ബസ് സ്റ്റോപ്പിലേക്ക് നോക്കി നിന്നു. ഇത് കണ്ട് വിഷ്ണു അഖിലിനെ തോളിൽ കൈയിട്ടുകൊണ്ട് ആരുഷിനെ നോക്കി. ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ ആരുഷേ, നമുക്കൊരു പ്ലാൻ ഇട്ടാലോ? എന്ത് പ്ലാൻ ഇടാം? ആരുഷ് ഉൾപ്പെടെ എല്ലാവരും ആകാംക്ഷയോടെ ചോദിച്ചു. വിഷ്ണു അതിന് കണ്ണെറിക്കാൻ ചിരിച്ചു. അതൊക്കെ ഉണ്ട്, നിങ്ങൾ വാ, നമുക്ക് പോവാം. അന്നു മുതൽ തുടങ്ങിയതാണ് ആരുഷിന്റെ അപ്രത്യക്ഷമാകൽ. തുടർന്ന് 2 ആഴ്ച അനു ആരുഷിനെ കണ്ടതേയില്ല. ആദ്യം അനു വിചാരിച്ച് അവൻ ബിസിനസ് തിരക്കിലാവുമെന്നാണ്. ആളതുകൊണ്ട് ചോദിക്കാനും പോയില്ല. പക്ഷെ ഓരോ ദിവസം കഴിയും തോറും ആൾക്ക് വല്ലാത്ത ശൂന്യത അനുഭവപ്പെട്ടു തുടങ്ങി. ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ പോലും അവളറിയാതെ ആരുഷിന്റെ ബൈക്കിന്റെ ശബ്ദം തിരയാൻ തുടങ്ങി. അനുവിന്റെ ഉള്ളിൽ ആരുഷിനുള്ള ഇഷ്ടം സങ്കടമായി മാറാൻ തുടങ്ങിയിരുന്നു. ആൾക്ക് അവനെ കാണണമെന്നുണ്ടായിരുന്നു. പക്ഷെ അവിടെ ആ വാശി അവളെ തടഞ്ഞു. പതിവ് പോലെ ഒരു വൈകുന്നേരം വിഷ്ണു അഖിലും മീനുവിനെയും ദേവനെയും കൂട്ടാൻ കോളേജിലേക്ക് വന്നു. അനുവും കൂടെ ഉണ്ടായിരുന്നു. ആൾക്കുള്ളിൽ വലിയ അസ്വസ്ഥതയായിരുന്നു. അവസാനം അവൾ ചോദിച്ചു, ആരുഷേട്ടൻ കുറെ ദിവസം കണ്ടിട്ട്? വിഷ്ണു അഖിലും പരസ്പരം നോക്കി. ശേഷം ഗൗരവത്തോടെ വിഷ്ണു പറഞ്ഞു, ആരുഷി നിന്റെ പിറകില്ല അനു. അനുവിന്റെ ശ്വാസം നിലച്ചു. എന്താ? ആൾ കേട്ടതിന്റെ പ്രശ്നമാവെന്ന് കരുതി ആൾ വീണ്ടും ചോദിച്ചു. അനുവർ കല്യാണം ഉറപ്പിച്ചു. അഖിൽ കൂട്ടിച്ചേർത്തു. അത് കേട്ടതും അനുവിന്റെ ലോകം ചുറ്റും കറങ്ങുന്ന പോലെ തോന്നി. ആൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. നിങ്ങൾ എന്തേ പറയുന്നേ? ആളുടെ ശബ്ദമിടറി. വിഷ്ണു വളരെ ഗൗരവത്തിൽ തുടർന്നു. അവൻ ആദ്യമൊന്നും സമ്മതിച്ചില്ല. പക്ഷെ ആലോചിച്ചപ്പോ നീ അവനൊട്ടും സ്നേഹിക്കുന്നില്ലല്ലോ എന്ന് അവന് മനസ്സിലായി. പിന്നെ വെറുതെ എന്തിനാ നിന്നെ ബുദ്ധിമുട്ടിക്കുന്നതെന്ന് കരുതി അവൻ ആ പ്രപ്പോസൽ ആക്സെപ്റ്റ് ചെയ്തു. കല്യാണം അടുത്ത മാസം ഉണ്ടാവും. വിഷ്ണു അഖിലും പറഞ്ഞൊക്കെ സത്യമാണോ അത് അവരുടെ കള്ളക്കളിയാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിൽ അവന് സ്തംഭിച്ച് നിന്നുപോയി. അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. എനിക്ക് ആരുഷിനൊന്ന് കാണണം. അനുവിന്റെ ശബ്ദം വല്ലാതെ ഇടറിയിരുന്നു. അതൊന്നും ഇനി നടക്കില്ലാനും അവൻ പുതിയൊരു ജീവിതത്തിലേക്ക് പോവുക. വിഷ്ണു വളരെ തണുപ്പ മട്ടിൽ പറഞ്ഞു. അനു അവിടുന്ന് ഒന്നും മിണ്ടാതെ കണ്ണു നിറച്ച് കോളേജിലെ ആ പഴയ മരച്ചൂട്ടിലേക്ക് നടന്നുപോയി. ആൾക്ക് ആരുഷില്ലാത്ത ജീവിതം ആലോചിക്കാൻ പോലും കഴിഞ്ഞില്ല. മീനുവിനും ദേവുവിനും ആളുടെ കണ്ണു നിറയുന്ന കണ്ടിട്ട് സഹിക്കുന്നില്ലായിരുന്നു. പക്ഷേ ആ ഒരു ഇതിൽ ഇടപെട്ടാൽ പ്ലാൻ മൊത്തം പൊളിയും. വിഷ്ണു അഖില അവരെ പൊരിച്ചെടുക്കുകയും ചെയ്യും. അതുകൊണ്ട് മീനുവും ദേവും വായ്ക്ക് സിപ്പിട്ടു. അനുവിന്റെ മുഖത്തെ സങ്കടം കണ്ടതും വിഷ്ണു അഖിലും ദൂരേക്ക് നോക്കി കണ്ണിറുക്കി ചിരിച്ചു. പണി പകുതിയായി. കോളേജിൽ നിന്നിറങ്ങി ബസ്സിൽ കയറുമ്പോൾ മുതൽ അനുവിന്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുന്നുണ്ടായിരുന്നു. ബസ്സിലെ വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ ആരുഷിന്റെ മുഖവും അവൻ പണ്ട് പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് അവളുടെ മനസ്സിലേക്ക് ഓടിയെത്തിയത്. ഞാനൊട്ടും സ്നേഹിക്കുന്നില്ലെന്ന് കരുതി കാണും. ഞാൻ മനഃപൂർവ്വം വെറുതെ തമാശയ്ക്ക്. അവനൊന്നും മനസ്സിലായില്ലേ? അനുവിന്റെ ഉള്ളിൽ ചോദ്യങ്ങൾ മാത്രം ബാക്കിയായി. ബസ് ഇറങ്ങി തളർന്ന ചൂടുകളോട് അവൾ വീടിന്റെ പടി കടന്ന് ഹാളിലേക്ക് കയറി. ഹാളിൽ നിന്ന് TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്ന കിച്ചു ചേച്ചി വരുന്ന കണ്ടതും അവൻ സോഫയിൽ നിന്ന് ചാടി എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് ഓടി വന്നു. ചേച്ചി, എനിക്ക് തരാന്ന് പറഞ്ഞാൽ വലിയ ഡയറി മിൽക്ക് മേടിച്ചോ? ആള് വരിഞ്ഞു മുറുക്കി കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. സാധാരണയായിരുന്നെങ്കിൽ അവന് കിച്ചുവിന്റെ തലക്കുരടി കൊടുക്കുകയോ നിനക്ക് വേണമെങ്കിൽ നീ പോയി മേടിക്കട കുരങ്ങ എന്ന് പറഞ്ഞ് കൊമ്പൂർക്കുകയോ ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ ഇന്നവൾ പതുക്കെ കിച്ചുവിനെ തന്നിൽ നിന്ന് മാറ്റി നിർത്തി. ആളുടെ മുഖത്തൊരു ജീവനില്ലാത്ത പുഞ്ചിരി പോലും ഇല്ലായിരുന്നു. ഇല്ലടാ, ഞാനിന്ന് മേടിക്കാൻ മറന്നുപോയി. വളരെ തളർന്ന ശബ്ദത്തിൽ അത്രമാത്രം പറഞ്ഞ് ആൾ വേഗം തന്നെ മുറിയിലേക്ക് നടന്നുപോയി വാതിലടച്ചു. കിച്ചു അത്ഭുതത്തോടെയും പേടിയോടെയും വാതിൽക്കിലേക്ക് നോക്കി നിന്നു.
മിഠായി മേടിച്ചില്ല എന്നതിനേക്കാൾ ചേച്ചി ഇന്ന് വഴക്കുണ്ടാക്കില്ലെന്നായിരുന്നു അവന് കൂടുതൽ ഞെട്ടിച്ച്. അവളുടെ ആ കണ്ണുകളിലെ സങ്കടവും തളർച്ചയും കണ്ടപ്പോൾ തന്നെ കിച്ചുവിന് മനസ്സിലായി എന്തോ വലിയ പ്രശ്നം പറ്റിയിട്ടുണ്ടെന്ന്. മുറിക്കുള്ളിൽ കയറി അനു വാതിൽ ചാരിന്ന് പതുക്കെ താഴേക്കിരുന്നു. അവളുടെ നിയന്ത്രണം വിട്ടുപോയിരുന്നു. രണ്ട് കൈ കൊണ്ട് മുഖം പൊത്തിയവൾ വിതുമ്പി വിതുമ്പി കരയാൻ തുടങ്ങി. ആരുഷേട്ടാ, എന്നോട് ക്ഷമിക്ക്, ഞാൻ വെറുതെ വാശി കാണിച്ച. ആൾ വിതുമ്പിക്കൊണ്ട് സ്വയം പറഞ്ഞു. ദേവി, നീ ദേവി, ഈ വളിത് എവിടെ പോയി കിടക്കുക? ആര് മുറിക്കുള്ളിൽ നിന്ന് വിരുമ്പിക്കരുന്നതിനിടയിലാണ് ആളിൽ നിന്ന് അശോകൻ അവിടെ ഭാര്യയെ നീട്ടി വിളിക്കുന്നത്. എന്താ മനുഷ്യ ഇന്നിങ്ങനെ കിടന്ന് ബാളം വെക്കുന്നേ? അടുക്കളയിൽ നിന്ന് കൈ തുടച്ചുകൊണ്ട് അമ്മ ഹാളിലേക്ക് വന്നു. ബാളം വെക്കാതിരിക്കാൻ പറ്റൂടി? നമ്മുടെ അനുവിന് നല്ലൊരു ഒന്നാന്തര കല്യാണാലോചന വന്നിട്ടുണ്ട്. ചെക്കൻ വലിയ ബിസിനസ്സുകാരനാ കേട്ടത്. നമുക്ക് ഈ ആഴ്ച തന്നെ അങ്ങോട്ട് ഉറപ്പിച്ചാലോ? അച്ഛൻ മനഃപൂർവ്വം ശബ്ദം കൂട്ടി അനുവിന്റെ മുറിയുടെ വാതിൽ ലക്ഷ്യമിട്ട് പറഞ്ഞു. ഈ സമയം മുറിക്കുള്ളിൽ നിന്ന് ഇതെല്ലാം കേട്ട അനുവിന്റെ ഉള്ളിൽ ദേഷ്യവും സങ്കടവും ഇരച്ചു കയറി. അവിടെ ആരുഷേട്ട എന്നെ ചതിച്ച് വേറെ കല്യാണം കഴിക്കാൻ പോകുന്നു. ഇവിടെ വീട്ടുകാർക്ക് എന്റെ കല്യാണം നടത്താൻ എന്ത് ധൃതിയാ? ആൾ കണ്ണുടച്ചു. കലിപ്പിൽ ഒറ്റവലിക്ക് മുറിയുടെ വാതിൽ തുറന്ന ആളിലേക്ക് പാഞ്ഞു വന്നു. അനു ദേഷ്യത്തോടെ വരുന്നേണ്ട അച്ഛനും അമ്മയും പരസ്പരം നോക്കി കള്ളച്ചിരി പാസാക്കി. കാരണം ഈ വരവ് അവർ പ്രതീക്ഷിച്ചിരുന്നതാ. ആരുഷിന് അനുവിന്റെ വീട്ടുകാർക്ക് ഇപ്പൊ നല്ലപോലെ അറിയാം. വിഷ്ണു ആരുഷും കൂടി നേരത്തെ വിളിച്ച് ഈ നാടകത്തിന്റെ തിരക്കഥ അച്ഛനും അമ്മയ്ക്കും കൃത്യമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അറിയാത്തത് പാവ അനുവിനും കിച്ചുവിനും മാത്രം. എനിക്കിപ്പോ ഒരു കല്യാണവും വേണ്ട. അനു അച്ഛന് മുമ്പിൽ വന്ന് കയ്യും കെട്ടിന്ന് കടുപ്പത്തിൽ പറഞ്ഞു. അവള് ഫുള്ള് സീരിയസാ. അതെന്താ മോളെ, പ്രായമൊക്കെ ആയില്ലേ? നല്ല ആലോചന വരുമ്പോ അച്ഛൻ ചിരിയടക്കി പരമാവധി ഗൗരവഭിനയിച്ചോട് ചോദിച്ചു. എനിക്ക് പ്രായമായിട്ടില്ല, ഞാൻ ഇപ്പോഴും മാസ്റ്റേഴ്സ് പഠിച്ചുകൊണ്ടിരിക്കാം, എനിക്ക് പഠിക്കണം. അനു ഉറപ്പിച്ച് പറഞ്ഞു. അപ്പോഴാണ് അമ്മ കളം പിടിച്ച്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, അശോകേട്ടാ ചെക്കൻ്റെ ഫോട്ടോ ഒന്ന് കാണിച്ചേ. അശോകൻ പയ്യന്റെ ഫോട്ടോ ദേവി കാണിച്ചു കൊടുത്തു. അനു, നീ ഈ ചെക്കൻ്റെ ഫോട്ടോ നോക്കിയേ, നല്ല സുന്ദരം പയ്യൻ, ബ്ലാക്ക് ഷർട്ടൊക്കെ ഇട്ട് മാസമായിട്ട് ഇരിക്കുന്നുണ്ടില്ലേ? അമ്മ ഫോണിൽ ആരുഷിന്റെ ഫോട്ടോ കണ്ടുകൊണ്ട് പറഞ്ഞു. ആഹാ, ശരിയാണല്ലോ ദേവി, ചെക്കൻ കാണാൻ ഒടുക്കത്തെ ലുക്കാണല്ലോ ഈ ബ്ലാക്ക് ഷർട്ടില്. നമ്മുടെ മോളുടെ ആ ജാടയ്ക്ക് ചെക്കനങ്ങ് മാറ്റിക്കോളും. അച്ഛൻ ഫോണിലേക്ക് നോക്കി തലയാട്ടിക്കൊണ്ട് ദേവിക്ക് സപ്പോർട്ട് എടുത്തു. ഇത് കേട്ടാനുവിന് ദേഷ്യം ഇരട്ടിച്ചു. അവൾ ഫോൺ നോക്കാൻ പോലും കൂട്ടാക്കാതെ പറഞ്ഞു. അത്രയ്ക്ക് ലുക്കാണെങ്കിലേ അമ്മ പോയി കെട്ടിക്കോ, എന്നെ ഇതിലേക്ക് വലിച്ചേക്കണ്ട. അതിന് എനിക്ക് പ്രായമായില്ലേടി മോളെ. ദേവിക്ക് ഫോട്ടോ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ദേവി, അശോകനും നീട്ടി വിളിച്ചു. കാരണം ദേവിക്ക് പറഞ്ഞ ഡയലോഗ് സ്ക്രിപ്റ്റിൽ ഇല്ലാത്തതാണ്. ആ വിളി കേട്ടതും ദേവിക്ക് അശോകനെ നോക്കി നിളിച്ചു കാണിച്ചു. ആ, ബാക്ക് ടു ദി പോയിന്റ്. മോളെ അനു, ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കില്ല, 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 ഒട്ടും സമ്മതിക്കില്ല. അശോകൻ പറഞ്ഞു തരും മുമ്പ് അനുവിന്റെ മറുപടി എത്തി. അയ്യോ, സമ്മതിക്കാണ്ടിരിക്കാൻ പറ്റുമോ മോളെ? ഞങ്ങൾ പെണ്ണുകാള ചടങ്ങൊക്കെ ഈ വരുന്ന ഞായറാഴ്ച ഫിക്സ് ചെയ്തു. അവരിങ്ങോട്ട് വരും. ദേവിക്ക് കാര്യമായി പറഞ്ഞു. അവർ വന്ന് ഞാൻ വിഷം കുടിക്കും, നോയിക്കോ. അനു കണ്ണുരുട്ടി ഭീഷണിപ്പെടുത്തി. ഓ, വിഷം കുടിക്കാൻ മാത്രം വലിയ വിഷമമൊന്നും വരാൻ പോകുന്നില്ല മോളെ. ചെക്കൻ്റെ പേര് കേട്ടാറേ നീ തന്നെ ഓടിച്ചെന്ന് മാറിയിടും. ദേവിക്ക് പതുക്കെ പിറിവെടുത്തു. അമ്മ എന്തെങ്കിലും പറഞ്ഞോ? ഏയ്, ഒന്നുമില്ല. ദൈവമേ, ഇപ്പൊ ഈ നാടകത്തിന് തിരശ്ശേല വീടനെ. ഹോ, അനു ദേഷ്യം കൊണ്ട് പല്ലിയടിച്ച് അച്ഛനമ്മയെ മാറി മാറി നോക്കി. ശേഷം വീണ്ടും തിരിഞ്ഞ് മുറിയിലേക്ക് ഒരു വാതിൽ ടിം എന്ന ശബ്ദത്തിൽ ആഞ്ഞടച്ചു. ഇവിടെ അച്ഛനും അമ്മയും കൂടി ഐഫൈ അടിച്ച് ചിരിക്കാൻ തുടങ്ങി. അശോകൻ വേഗം വിഷ്ണുവിനെ ഫോണിൽ വിളിച്ച് പറഞ്ഞു. വിഷ്ണു, പൊളിയാട്ടാ, നിന്റെ പ്ലാൻ സക്സസ് ആയി. മുറിയിൽ കയറി വാതിലടിച്ചാനും നേരെ പോയി ഫോൺ കയ്യിലെടുത്തു. ആളുടെ കൈകൾ വിറക്കുന്നുണ്ടായിരുന്നു. നാണം, കരിപ്പ്, വാശി, അങ്ങനെ എന്തൊക്കെയോ പോയി മറന്നു. ഇപ്പോൾ ആരുഷിന് നഷ്ടപ്പെടുമോ എന്ന ഭയം മാത്രമായിരുന്നു അവളുടെ ഉള്ളിൽ. അവൾ ആരുഷിന്റെ നമ്പറിലേക്ക് വിളിച്ചു. റിങ് ചെയ്യുന്നുണ്ട്, പക്ഷെ അവൻ ഫോൺ എടുത്തില്ല. അവൾ വീണ്ടും വിളിച്ചു 2, 3, 4 തവണ. ആരുഷ് ഫോൺ കട്ട് ചെയ്തു. അവസാനം അവൾ വിറക്കുന്നവരിലൂടെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു. ഏട്ടാ പ്ലീസ് ഫോൺ എടുക്ക്, എനിക്ക് സംസാരിക്കണം. വേറെ കല്യാണം കഴിക്കാണ് ഏട്ടൻ, എന്നോടൊന്ന് സംസാരിക്കുക. മെസ്സേജ് അയച്ചിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ഡബിൾ ടിക്ക് വീണതല്ലാതെ ആരുഷ് അത് സീൻ ചെയ്തേയില്ല. ബ്ലൂ ടിക്ക് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു കക്ഷി. പിന്നീടുള്ള 2 ദിവസം അനുവിന് നരകതുല്യമായിരുന്നു. ഉറക്കമില്ല, ഊണില്ല. ആളാകെ തളർന്നുപോയി. അവസാനം ഞായറാഴ്ച പെണ്ണുകാൾ ചടങ്ങ് നടക്കുന്നതിന് മുമ്പ് വെള്ളിയാഴ്ച വൈകുന്നേരം ആളൊരു കാര്യം ഉറപ്പിച്ചു. ഇങ്ങനെ വീട്ടിൽ നിന്ന് കരഞ്ഞിട്ട് കാര്യമില്ല, നേരിട്ട് കണ്ട് സത്യം ചോദിക്കണം. അവളുടെ പുതിയ ഓഫീസിന്റെ ബോർഡിലേക്ക് നോക്കി അവനൊരു ദീർഘശ്വാസം വിട്ടു. നെഞ്ചിരിപ്പോടെയാണ് അവൾ ലിഫ്റ്റ് കയറി മുകളിലെത്തിയത്. ഓഫീസിന്റെ ഫ്രണ്ട് ഡെസ്കിൽ ഇരുന്ന പെൺകുട്ടിയോട് ആരുഷിനെ കാണുമെന്ന് പറഞ്ഞപ്പോൾ അവൾ അനുവിന് നേരെ ആരുഷിന്റെ ക്യാബിലേക്ക് തിരിച്ചു വിട്ടു. ഇങ്ങനെ കുട്ടി വന്നാൽ അവളോടൊന്നും ചോദിക്കാതെ കയറ്റിവിടണമെന്ന് ആ പെൺകുട്ടിയോട് നേരത്തെ പറഞ്ഞു വെച്ചതാണ്. അനുപതയ്ക്ക് ചില്ലുവാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് കയറി. ക്യാബിനിൽ എയർ കണ്ടീഷണറിന്റെ തണുപ്പിൽ കറുത്ത എക്സിക്യൂട്ടീവ് ചെയറിലിരുന്ന് ലാപ്ടോപ്പിൽ ടൈപ്പ് ചെയ്യായിരുന്നു ആരുഷ്. സ്ലീവ്സ് ചുരുട്ടി വെച്ച ആ വെള്ള ഷർട്ടിൽ അവൻ കട്ട സീരിയസ് ബിസിനസ്സുകാരനായി തോന്നിപ്പിച്ചു.
അനു അകത്തേക്ക് കയറിയ ശബ്ദം കേട്ടിട്ടും അവൻ മുഖമുയർത്തി നോക്കിയില്ല. ആരുഷേട്ടാ? അനുവിന്റെ ശബ്ദം വളരെ പതുക്കെയാണ് പുറത്തു വന്ന്. ആരുഷ് പതുക്കെ ലാപ്ടോപ്പിൽ നിന്ന് കണ്ണെടുത്ത് അവളെ നോക്കി. അവന്റെ കണ്ണുകളിൽ പണ്ട് കണ്ടിരുന്ന ആ കുസൃതിയോ ദേഷ്യമോ പൊസസീവ്നെസ്സോ ഒന്നും ഉണ്ടായിരുന്നില്ല. വെറും ഒരു അപരിചിതനെ പോലെ ശാന്തമായ നോട്ടം. അനുപ്രിയ, നീയായിരുന്നോ? വന്നിരിക്കെ. അവൻ മുന്നിൽ നിന്ന് കസേരയിലേക്ക് അയച്ചുകൊണ്ടി വളരെ ഫോർമലായി ഒരു സാധാരണ ക്ലയന്റിനോട് സംസാരിക്കുന്ന മട്ടിൽ പറഞ്ഞു. അവന്റെ ആ മാറ്റം എല്ലാവരും അനു എന്ന് വിളിക്കുമ്പോൾ അവൾ കേൾക്കാനായവന്റെ മാത്രം പ്രിയ എന്നായിരുന്നു അനുവിനെ അവൻ വിളിച്ചിരുന്നത്. അവൾക്ക് അനുപ്രിയ എന്ന പേര് നെഞ്ചിലൊരു കൂരമ്പ് തറക്കുന്നതായി തോന്നിപ്പിച്ചു. അവൾ കസേരയിലിരിക്കാതെ മേശക്കരിയിലേക്ക് നടന്നു ചെന്നു. ഞാൻ വിളിച്ചിട്ട് എന്താ ഫോൺ എടുക്കാത്ത? ഞാൻ എത്ര മെസ്സേജ് അയച്ചു? താൻ വേറെ കല്യാണം കഴിക്കാൻ പോവാണോ? അനുവിന്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. ആരുഷ് പതുക്കെ കസേരയിൽ പുറകോട്ട് ചെരിഞ്ഞിരുന്നു. എന്നിട്ട് യാതൊരു ഭാവവ്യത്യാസമില്ലാതെ പറഞ്ഞു തുടങ്ങി. അതിപ്പോ വിഷ്ണു നിന്നോട് പറഞ്ഞാണല്ലോ. വീട്ടുകാരെ നിർബന്ധിച്ചപ്പോ എനിക്കും തോന്നി ഇനി ഇങ്ങനെ ഒറ്റയ്ക്ക് നടന്നാൽ പോരല്ലോ എന്ന്. പിന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടി നല്ലൊരു ഫാമിലിയിൽ നിന്നുള്ളതാ. അതുകൊണ്ട് ഞാൻ ഓക്കെ പറഞ്ഞു. അതിനിപ്പോ എന്താണോ? അനുവിന്റെ ശബ്ദമിടറി. കണ്ണീർ കവളിലൂടെ ഒലിച്ചിറങ്ങി. നീ എന്നോട് അന്ന് ഗോവണിയുടെ ചവിട്ടിൽ വെച്ച് പറഞ്ഞ കള്ളായിരുന്നോ? നീ എന്നെ സ്നേഹിച്ചിട്ടേ ഇല്ലേ? അതൊക്കെ പണ്ട് നീ ജാണടിച്ചപ്പോ ഞാൻ വെറുതെ തമാശക്ക് പറഞ്ഞില്ല അനുപ്രിയ. നീ അതൊക്കെ സീരിയസ് ആയിട്ട് എടുത്തോ. നീ എന്നെ സ്നേഹിക്കുന്നില്ല നിന്റെ പെരുമാറ്റത്തിൽ നിന്ന് എനിക്ക് പണ്ടേ മനസ്സിലായതാ. സോ ഞാൻ എന്റെ ലൈഫ് പോയിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. ആരുഷ് മേശപ്പുറത്തിരുന്ന് ഫയൽ എടുത്ത് മറിച്ചു പോയിക്കൊണ്ട് പറഞ്ഞു. അവന്റെ ഓരോ വാക്കും അനുവിനെ ശ്വാസം മുട്ടിക്കുന്നുണ്ടായിരുന്നു. ആരുഷ് ഇത്രയും കൂളായി ഇത് സംസാരിക്കുമെന്ന് അവളൊട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. ആൾക്ക് അവിടെ നിൽക്കാൻ പോലും വയ്യാത്ത അവസ്ഥയായി. താൻ കാണിച്ച വാശിയും ചാടയും കാരണം ഒരു നല്ല മനുഷ്യന്റെ സ്നേഹമാണ് തനിക്ക് നഷ്ടപ്പെട്ടെന്നോർത്ത് അവൾ വല്ലാതെ പശ്ചാത്തപിച്ചു. എനിക്ക് തെറ്റുപറ്റിപ്പോയി ആരുഷേട്ടാ. അനു മുഖം പൊത്തി കരഞ്ഞുകൊണ്ട് ആ ക്യാബിൽ നിന്ന് പുറത്തേക്ക് ഓടി. അനു വാതിൽ തുറന്ന് പുറത്തേക്ക് ഓടിയതും ചില്ലുവാതിനപ്പുറത്ത് വിഷ്ണു അഖിലും നന്ദു അർജുനും ചെവി ചേർത്ത് പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അവൾ ഓടിപ്പോകുന്നുണ്ട്. 3 പേരും വേഗം ക്യാബിലേക്ക് കയറി. ആരുഷ് കസേരയിൽ നിന്ന് എഴുന്നേറ്റ് ഒടുക്കത്തൊരു കള്ളച്ചിരി ഇരിച്ചു. വിഷ്ണു, പ്ലാൻ 200% സക്സസ്. പെണ്ണിന്റെ ജാടകപ്പ് തീർന്നു കിട്ടി. അനു അന്ന് രാത്രി മുഴുവൻ ഉറങ്ങിയിട്ടില്ല. ശനിയാഴ്ച പകൽ മുഴുവൻ ആൾ റൂമിൽ തന്നെ അടച്ചിരുന്നു. ആരുഷ് വേറെ ഒരു പെണ്ണിന്റെ കൈ പിടിച്ച് നിൽക്കുന്ന ആലോചിക്കുമ്പോൾ തന്നെ ആളുടെ ഉള്ളിൽ പൊള്ളുകയായിരുന്നു. അങ്ങനെ ആ കരിദിനം, അതായത് ഞായറാഴ്ച എത്തിച്ചേർന്നു. രാവിലെ മുതൽ വീട്ടിൽ വലിയ ഒരുക്കങ്ങളാണ്. ദേവകി അടുക്കളയിൽ പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. അശോകൻ ഫോണിൽ ആരൊക്കെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. എടി അനു, വേഗം പോയി റെഡിയാവും, ചെക്കനും വീട്ടുകാരിപ്പോ എത്തും. അമ്മ വന്ന് റൂമിന്റെ വാതിൽ മുട്ടി പറഞ്ഞു. അനു കട്ടിൽ നിന്ന് എഴുന്നേക്കാൻ പോലും കൂട്ടാക്കാതെ കിടന്നു. ഞാൻ വരില്ല അമ്മേ, ആര് വന്നാലും എനിക്ക് കാണണ്ട. അതൊന്നും പറഞ്ഞാ പറ്റില്ല, മര്യാദക്ക് ഒരുങ്ങിയിറങ്ങി വന്നോണം. അമ്മ കടുപ്പത്തിൽ പറഞ്ഞിട്ട് പോയി. അനു, എടി അനു, വാതിലോൾക്ക്, ഇത് ഞങ്ങളാ. ദേവും മീനും വാതിൽ വന്ന് കൊട്ടാൻ തുടങ്ങി. ആൾ ഡോറൊന്നു കൊടുത്തു. ആരും അനുവിനെ എന്തൊക്കെയോ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. വേറെ വഴിയില്ലാതെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ അനു കുളിച്ചിറങ്ങി. മീനുവും ദേവും പുറമെ സങ്കടത്തിന്റെ മുഖം മൂടിയിട്ടുള്ളിൽ സന്തോഷത്താൽ അവൾ ഒരുക്കി പതുക്കെ പുറത്തേക്ക് കൊണ്ടുവന്നു. പെട്ടെന്ന് മുറ്റത്ത് 2 കാറുകൾ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു. അച്ഛൻ ഓടിച്ചെന്ന് ഗേറ്റ് തുറന്നു. വണ്ടിയിൽ നിന്ന് ആളുകൾ ഇറങ്ങാൻ തുടങ്ങിയതും അനുവിന് അവിടെ നിൽക്കാൻ തോന്നിയില്ല. അവൾ അടുക്കള ഭാഗത്തേക്ക് മാറി നിന്നു. എല്ലാവരും വന്നോ? വരൂ. അശോകനും ദേവികയും അവരെയൊക്കെ സ്വീകരിച്ച ആളിലേക്ക് ഇരുത്തി. ദേവി, മോളോട് ചായ കൊണ്ടുവരാൻ പറ, അശോകൻ പറഞ്ഞു. ദേവിക അടുക്കളയിൽ ചെന്ന് അനുവിന്റെ കയ്യിലേക്ക് ചായ വെച്ച ട്രേ കൊടുത്തു. ചെല്ലുമോളെ, ചായ കൊടുക്ക്. അനു വിറക്കുന്ന കൈകളോടെ ചായ വെച്ച ട്രേയും പിടിച്ച് പതുക്കെ ഹാളിലേക്ക് നടന്നു വന്നു. അവൾ തല താഴ്ത്തിയാണ് നിന്ന്. ഓരോരുത്തർക്കായി ചായ കൊടുക്കാൻ വേണ്ടി അവൾ പതുക്കെ തലയുയർത്തി സോഫയിലേക്ക് നോക്കി. അവിടെ ഒരു ചെക്കൻ ഇരിപ്പുണ്ട്. പക്ഷെ അത് ആരുഷായിരുന്നില്ല. ആരുഷിനെ പോലെ തോന്നിപ്പിക്കുന്ന എന്നാൽ മറ്റാരോ ആയ ഒരു പയ്യൻ. അനുവിനൊന്നും മനസ്സിലായില്ല. അവൾ ആ കൺഫ്യൂഷൻ അടിച്ച് അവനെ തന്നെ നോക്കി ചായ നീട്ടാൻ പോയതും. അയ്യോ മോളെ, കല്യാണ ചെക്കൻ ഇതല്ല കേട്ടോ, ഇത് ചെക്കൻ്റെ അനിയനാ. നമ്മുടെ ചെക്കൻതോ അവിടെ നിൽക്കുന്നു. ചെക്കൻ്റെ അമ്മ കൈ ചൂണ്ടി ഭാഗത്തേക്ക് അവന് പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. ഹാളിന്റെ ഒരു മൂലയിലുള്ള വലിയ തൂണും ചാരി 2 കൈയും നെഞ്ചി കെട്ടി ചുണ്ടിലൊരു കില്ലാടി കള്ളച്ചിരിയോടെ തന്നെ നോക്കിക്കുന്നു. യാറ്, നമ്മുടെ ആരുഷ്. പർപ്പിൾ കളർ ഷർട്ടും ക്രീമി കളർ പാൻറ്റും ഇട്ട് ഒടുക്കത്തെ മാസ് ലുക്കായിരുന്നവൻ. അവനവിടെ കണ്ടതും അനു ഞെട്ടി പണ്ടാരടങ്ങി നിന്നുപോയി. അവളുടെ കയ്യിലിരുന്ന ചായക്കപ്പുകൾ ചെറിയൊരു ശബ്ദത്തോടെ വിറച്ചു. അപ്പോഴാണ് അതിലും വലിയ അടുത്ത കാഴ്ച അവൾ കണ്ടത്. ആരുഷി ചാരിയുന്ന ആ തൂണിന്റെയും ചുമരിന്റെയും പുറകിൽ നിന്ന് ദാ വരുന്ന 5 ജോഡി തലകൾ. 1 അല്ല 2 അല്ല 3 അല്ല 4 അല്ല 5 തലകൾ ഒന്നിനു മീതെ ഒന്നായി പുറത്തേക്ക് നീണ്ടു വന്നു. ഏറ്റവും താഴെ പപ്പടവട കടിച്ചു പിടിച്ച് നന്ദു. അതിനു മുകളിൽ കണ്ണു ചെമ്മി കാണിക്കുന്ന വിഷ്ണു. അതിനു മുകളിൽ ഇളിച്ചു നിൽക്കുന്ന അഖിൽ. പിന്നെ കടപ്പുറത്ത് മത്തി ഉണക്കാനിട്ട പോലെ മുകളിൽ ദേവും മീനും. 5 പേരും കൂടി ചുമരിന്റെ മറവിൽ നിന്ന് അനുവിനെ നോക്കി കട്ട ലോക്കിൽ ചിരിച്ചുകൊണ്ട് എത്തി നോക്കിയാണ്.
അതോടെ അനുവിന് ഒരു കാര്യം 200% കത്തി. ഇതത്രയും തന്നെ വീഴ്ത്താൻ വേണ്ടി ഇവന്മാരെല്ലാവരും കൂടി ഉണ്ടാക്കിയ മഹാ പ്ലാനായിരുന്നു. നീ ഒടുക്കത്തെ ജാടയായിരുന്നില്ലടി. ഇപ്പൊ എങ്ങനെയുണ്ട് ഞങ്ങളുടെ 2020 പ്ലാൻ? വിഷ്ണു ചുമനിന്റെ പുറകിൽ മാസായി ഇറങ്ങിയെന്ന് ചോദിച്ചു. അനുവിന്റെ കണ്ണിൽ നിന്ന് സങ്കടത്തിന്റെ കണ്ണീരൊക്കെ മാറി. മുഖത്ത് ആ പഴയ കലിപ്പും ഒപ്പം വലിയൊരു സന്തോഷവും കലർന്ന ഭാവം വന്നു. അവൾ കയ്യിൽ നിന്ന് ട്രേ വേഗം ടേബിൾ വെച്ചു. എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ അവൾ ആരിഷിന്റെ അടുത്തേക്ക് നടന്നു ചെന്നു. അവൾ അവന്റെ നെഞ്ചിൽ കൈവച്ച് പതുക്കെ തള്ളി. നീ ഒരു മാതുഷ്ടനാണ്, എന്നെ ഇത്രയും ദിവസമായിട്ട് പേടിപ്പിച്ച് കൊന്നില്ലേ? ആരിഷ് അവളുടെ കൈകൾ പതുക്കെ കോർത്തി പിടിച്ചു. നിന്റെ ആ ഒടുക്കത്തെ വാശിയും ജാടയും മാറ്റാൻ ഇതിലും വലിയൊരു പണി വേറെ ഇല്ലായിരുന്നു മോളെ. ഇനി മേലാൽ എന്റെ മുമ്പിൽ ആ ജാട എടുക്കരുത്, മനസ്സിലായോടി പ്രിയ? ആ അവസാനത്തെ പ്രിയ എന്ന വിളി അവൾക്ക് കേൾക്കാൻ വേണ്ടി മാത്രം അവൻ അത്രയും പതിയാനുവിന്റെ ചെവിയിലാണ് പറഞ്ഞത്. അവന്റെ പ്രിയ എന്ന വിളി കേട്ടതും അവൾ ചുവന്നെടുത്ത മുഖത്തോടെ വളരെ ക്യൂട്ടായിട്ട് അവന്റെ നെഞ്ചിലേക്ക് ഒതുങ്ങി നിന്നു. ഹാളിലിരുന്ന വലിയവരും ചെറിയവരും ഒരേപോലെ കൈയടിച്ചത് പാസാക്കി. ഹാളിൽ എല്ലാവരും ഇങ്ങനെ ജോഡികളായി റൊമാൻറ്റിക് മൂഡിൽ നിൽക്കുന്ന കണ്ടതും പാവം നന്ദു മാത്രം നടുക്ക് ഒറ്റപ്പെട്ടു പോയി. അവൻ എല്ലാവരെയും മാറി മാറി നോക്കി നെഞ്ചത്ത് കൈവച്ചു. അങ്ങനെ എല്ലാവർക്കും പെണ്ണ് സെറ്റായി, ഞാൻ മാത്രം സിംഗിൾ പസങ്ക. നന്ദു ആകാശത്തേക്ക് നോക്കി ദയനീയമായി നിലവിളിച്ചു. എന്നിട്ട് പെട്ടെന്ന് ടേബിളിൽ നിന്ന് ചായം പലഹാരം നിറഞ്ഞ വലിയ ട്രെയിലേക്ക് നോക്കി അവൻ സ്വയം ആശ്വസിച്ചു. കുഴപ്പമില്ല, ആ സങ്കടം ഞാൻ ഈ ചായയിലും പലഹാരത്തിലും തീർത്തേക്കാം. ചൂടുള്ള ചായയും നല്ല ലഡുവും. ആഹാ. അതും പറഞ്ഞ് നന്ദു 2 കയ്യിൽ ലഡു ഉണ്ണിയപ്പവും സുഖിയാനൊക്കെ എടുത്ത് ഒരേ തിന്നൽ തുടങ്ങി. അവന്റെ ആ സിംഗിൾ പസങ്കയുടെ കോമഡി പഠനം കണ്ടതും ഹാളിലിരുന്നവർ ഒരുപോലെ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. ആഫ്റ്റർ ഫ്യൂ മന്ത്സ്, കുറച്ചു മാസങ്ങൾക്ക് ശേഷം പ്രഭാതം പൊട്ടിവിടർന്നു. നമ്മുടെ ആൺപടകളിൽ ആ ഏക സിംഗിളായ നന്ദുവിനും ഒടുവിൽ ഭാഗ്യം തെളിഞ്ഞു. ഇന്ന് നന്ദുവിന്റെ കല്യാണമാണ്. വധുവിനെ എല്ലാവർക്കും അറിയാം. നമ്മുടെ നന്ദു പരിചയപ്പെട്ട ശാന്തിക്കാരന്റെ ഏക മകൾ ഗോപിക. ശാന്തിയെ കെട്ടാൻ കിട്ടിയില്ലെങ്കിൽ അവരുടെ മകളെ നന്ദുവിന് കിട്ടി. എല്ലാവരുടെയും കെട്ടുകഴിഞ്ഞതും നന്ദുവിനെ അവന്റെ വീട്ടുകാർ വേഗം പിടിച്ച് കെട്ടിക്കാൻ നോക്കി. ഗോപികയെ പെണ്ണ് കാണാൻ പോയപ്പോൾ ആളുണ്ടാക്കിയ പലഹാരവും ഗോപികയെയും നന്ദുവിന് നന്നേ ബോധിച്ചു. ഗോപി ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പവും പായസവും കഴിക്കാൻ വേണ്ടി മാത്രമാണ് നന്ദു ഈ കല്യാണത്തിന് പെട്ടെന്ന് സമ്മതിച്ചെന്ന് വിഷ്ണു ഇപ്പോഴും പറഞ്ഞെടുക്കുന്നുണ്ട്. അങ്ങനെ നന്ദുവിനെയും ഗോപികയുടെയും കല്യാണ ദിവസം എത്തിച്ചേർന്നു. ക്ഷേത്രമുറ്റത്ത് വെച്ച് താലികെട്ടൊക്കെ കഴിഞ്ഞ് നന്ദുവും ഗോപിക ഒരുമിച്ച് കല്യാണ മണ്ഡപത്തിലേക്ക് നടന്നു വന്നു. കസവുമുണ്ടും ഷർട്ടും ഇട്ട് നന്ദുവും സെറ്റ് സാരി എടുത്ത് മുല്ലപ്പൂവും ചൂടി നാണത്തോടെ ഗോപികയും. ആൺപടകളും പെൺപടകളും കൂട്ടത്തോടെ അങ്ങോട്ട് പാഞ്ഞു വന്നു. ആരിഷും അനുവും വിഷ്ണുവും മീനുവും അഖിലും ദേവും എല്ലാവരും ഫുൾ ഗെറ്റപ്പിലാണ്. വാ, എല്ലാവരും കൂടി ഒന്നിച്ചൊരു കിടിലം ഫോട്ടോ എടുക്കാം. അനു എല്ലാവരെയും വിളിച്ചു കൂട്ടി. അവിടെ ഉണ്ടായിരുന്ന ഫോട്ടോഗ്രാഫർ ക്യാമറ റെഡിയാക്കി നിന്നു. അതെ, എല്ലാവരും ചേർന്നേ. ഒന്ന് ചിരിച്ചേ. അപ്പൊ ക്ലിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഈ കഥ ഇതോടുകൂടി അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക. നിങ്ങൾ നൽകുന്ന കമന്റുകളാണ് ഞങ്ങൾക്ക് കിട്ടുന്ന പ്രോത്സാഹനം, പ്രചോദനം. താങ്ക് യു.